വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് തയ്യാറാക്കുന്നത്. നമ്മളുടെ ചെടികൾ ഇല കാണാതെ പൂക്കാനും ഭ്രാന്ത് പിടിച്ച് കായ്ക്കാനും നന്നായിട്ട് തഴച്ച് വളരാനും ഈ ഒരു ഫെർട്ടിലൈസർ മാസത്തിലൊരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ പച്ചക്കറി ചെടികൾ, കുരുമുളക്, കോവ, വെണ്ടൽ, പാവൽ, തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മളുടെ പൂച്ചെടികൾ, ഇതിനെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ബനാന പീലാണ്. ബനാന പീൽ ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് 3 ദിവസം അടച്ചു വെക്കണം. മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിലേക്ക് നിറയെ വെള്ളം ചേർക്കാം. ഞാൻ ഈ ബക്കറ്റിൻ്റെ 1/4 ഭാഗമാണ് വെള്ളം കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിറയെ വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മണി പ്ലാന്റ്, ജീസി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് തഴച്ച് വളരും. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. പിന്നെ തക്കാളിയിൽ പച്ചമുളക്, ഇതെല്ലാം നിറയെ കായ്ക്കും. തക്കാളി നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല വലിയ തക്കാളി ഉണ്ടാവും. ഇത് എൻ്റെ ടെറസ് ഗാർഡനിലൊരു തക്കാളി ചെടിയാണ്. നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് കെമിക്കൽസ് ഒന്നും ചെയ്യാറില്ല. ഇതുപോലെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കി ചെയ്യാറുള്ളത്. പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു ബനാന പീലിൽ തന്നെ കിട്ടും. ചെടികളുടെ എല്ലാ വളർച്ചയ്ക്കും പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എല്ലാത്തിൻ്റെയും ഒരു കലവറയാണ് ബനാന പീല്. അപ്പോൾ ഇതുപോലെയുള്ള ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെ 8 രൂപ പോലും ചിലവാക്കാതെ ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറിയോ വളം ഒന്നും വാങ്ങാൻ നമ്മൾ കടയിൽ പോയി കാത്തു നിൽക്കുകയും പോകേണ്ട ആവശ്യമില്ല, പൈസയും ചിലവാക്കണ്ട. പിന്നെ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ വേസ്റ്റ് ഏതെങ്കിലും ചെടിക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കോവലിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് പച്ചമുളകൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം തന്നെ വരാറില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.